നമസ്കാരം. ജൂൺ 1 ഇന്ത്യ സഖ്യം യോഗം ചേർന്ന് കേന്ദ്രത്തിൽ സർക്കാർ ഉണ്ടാക്കാനുള്ള ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ ഉള്ള മാധ്യമങ്ങൾക്ക് മാത്രമാണ് കേന്ദ്രത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമെന്ന് ഈ അച്ചടിച്ചും പറഞ്ഞുമൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ആർക്കൊക്കെ നൽകണം എന്നത് സംബന്ധിച്ച ചർച്ചകളും തർക്കങ്ങളില്ലാതെ വകുപ്പ് വിഭജനം സാധ്യമാക്കണമെന്നതടക്കം യോഗത്തിൻ്റെ അജണ്ടയിലുണ്ടെന്നും മലയാള മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുകയാണ്. കേന്ദ്രമന്ത്രിസഭയിൽ പരമാവധി പ്രധാന വകുപ്പുകൾ വാങ്ങിച്ചെടുക്കാനുള്ള തീരുമാനത്തിലാണ് DMK എന്നും മുൻ കേന്ദ്രമന്ത്രിമാരായ TR ബാലുവും A രാജയും വീണ്ടും കേന്ദ്രമന്ത്രിമാരാകാൻ തയ്യാറെടുക്കുന്നതായും കനിമൊഴി കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുമെന്നുമൊക്കെ ഒരു മലയാള പത്രവും എഴുതി കണ്ടു. 19 രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കി മലയാളിയെ പറഞ്ഞു പറ്റിച്ച് 19 ലോക്സഭാ സീറ്റുകളും കോൺഗ്രസിന് നൽകിയ അതേ മാധ്യമങ്ങൾ തന്നെയാണ് പുതിയ വാർത്തകൾക്കും പിന്നിൽ. വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി എന്ന മുദ്രാവാക്യത്തിൽ മയങ്ങിപ്പോയ മലയാളി വോട്ടർമാർക്ക് 5 കൊല്ലങ്ങൾക്കിപ്പുറവും നേരം വെളുത്തിട്ടില്ലെന്ന് ഈ മലയാള മാധ്യമങ്ങൾക്ക് നന്നായി അറിയാം. അമേഠിയിലെ തോൽവി മുന്നിൽ കണ്ട് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒളിച്ചോട്ടമായിരുന്നു വയനാട്ടിലേക്ക് രാഹുൽ നടത്തിയതെന്ന് തിരിച്ചറിയാൻ ഇപ്പോഴും സാധിച്ചിട്ടില്ലാത്തവർ ഇഷ്ടം പോലുള്ള നാട്ടിൽ ഇതും ഇതിനപ്പുറവും ചെലവാകും. ലോക്സഭാ ഫലം പുറത്തു വന്ന് 3 ദിവസത്തിനുള്ളിൽ തന്നെ ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആരെന്നതിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മലയാള മാധ്യമങ്ങൾ എഴുതി തള്ളുന്നുണ്ട്. ഇത്തരം വാർത്തകളൊന്നും തന്നെ രാജ്യത്തെ ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങളിൽ നമുക്ക് കാണാനാവുന്നില്ല. ഓരോ ഘട്ടം കഴിയുമ്പോഴും ഞങ്ങൾ 272 മുകളിൽ സീറ്റുകളായി കഴിഞ്ഞു എന്ന് വീമ്പ് പറയുന്ന മല്ലികാർജുൻ ഖാർഗെയെയും ജയറാം രമേശിനെയും വാർത്തകളിൽ കാണണമെങ്കിലും മലയാള മാധ്യമങ്ങൾ തന്നെയാണ് ശരണം. മറ്റൊരു നാട്ടിലും മാധ്യമങ്ങളും ആളുകളെ പറ്റിക്കുന്ന ഈ പരിപാടിക്ക് ഇത്രയും സ്ഥലവും സമയവും അവരുടെ മാധ്യമത്തിലൂടെ നൽകാറില്ല. നമ്പർ 1 മലയാളിക്ക് പറ്റിയ നമ്പർ 1 മാധ്യമങ്ങൾ 7 ഘട്ടങ്ങളായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പാണ് ജൂൺ 1 നടക്കുന്നത്. രാജ്യത്തെ 57 ലോക്സഭാ മണ്ഡലങ്ങൾ ഈ ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തും. 1.5 മാസത്തോളമായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനവും സ്വാഭാവികമായും ജൂൺ 1-നും 2-നുമായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും നടത്തുന്നുണ്ട്. ജൂൺ 1 വൈകിട്ട് BJPയും NDAയും അവലോകനം നടത്തുന്നുണ്ട്. സമാനമായ രീതിയിൽ ഇന്ത്യ സഖ്യകക്ഷികളും യോഗം ചേരുന്നു. എന്നാൽ ഇതിനെ വിജയമുറപ്പിച്ച ശേഷമുള്ള വകുപ്പ് വിഭജന യോഗമാക്കി മാറ്റാൻ അസാമാന്യ തൊലിക്കട്ടി തന്നെ വേണം. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയധികം ഏകപക്ഷീയമായ വാർത്തകൾ പ്രസിദ്ധീകരിച്ച മറ്റൊരു കൂട്ടരും ഈ രാജ്യത്തുണ്ടാവില്ലെന്ന് ഉറപ്പാണ്. ജൂൺ 4 ലോക്സഭാ ഫലം പുറത്തു വരുമ്പോൾ സ്വയം വിലയിരുത്തലിന് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗിക്കണമെന്ന് മാത്രമേ ഇത്തരക്കാരോട് നമുക്ക് പറയാനുള്ളൂ. UP പിടിച്ചാൽ രാജ്യം പിടിക്കും എന്നാണ് പറയാറുള്ളത്. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൗമശാസ്ത്ര സാഹചര്യങ്ങളിൽ ഏറെക്കുറെ സത്യവുമാണത്. ജൂൺ 4 ഇനി വെറും ഒരാഴ്ച കൂടി കാത്തിരുന്നാൽ മതിയല്ലോ. തോൽവി സംഭവിച്ചാൽ വോട്ടിംഗ് യന്ത്രത്തെ പഴി പറയാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി കാത്തിരിക്കുന്ന ഇന്ത്യ സഖ്യ നേതാക്കൾ മലയാള മാധ്യമങ്ങൾക്ക് കൂടുതൽ വിരുന്നൊരുക്കും.